ഒരു പണി വരുന്നു. എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും ഇത്ര അധികം ബാധ്യത അയോഗ്യ നായേ, ഇന്നേക്ക് ദുർഗാഷ്ടമി ഉന്നെ കൊന്ന ഉൻ രക്തത്തെ കുടിച്ചോ. കാന്താര ആക്ച്വലി നമ്മളൊരു 1.5 മാസം എടുത്തിട്ടാണ് ഡബ്ബിംഗ് പൂർത്തിയാക്കി. എക്സ്പെക്ടേഷൻസ് ലെവൽ അത്രയ്ക്ക് പീക്കാന്ന് നമുക്കറിയാം. അപ്പോൾ ചെയ്യുമ്പോൾ അത്രയ്ക്ക് വൃത്തിയായിട്ട് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവരുടെ എല്ലാ സഹകരണം കൊണ്ട് പടം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു 30-35 തവണ കണ്ടു പടം. എന്നിട്ട് നമുക്ക് ബോറടിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ പടത്തിന് ഞാൻ ഗ്യാരണ്ടി തരാം, ഞങ്ങൾ എല്ലാവരും ഗ്യാരണ്ടി തരാം. ഒരു തവണ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സെക്കൻഡ് ടൈം നിങ്ങൾ ഫാമിലിയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ಕಾಣಿಸ್ತೀವಿ. ಕನ್ನಡದಲ್ಲೇ ಮಾತಾಡ್ತೀನಿ, ನೀವು ಮಲಯಾಳ ಮಾತಾಡಿ, ನಾನು ಕನ್ನಡದಲ್ಲೇ ಮಾತಾಡ್ತೀನಿ, ಅದೇ ಬೆಸ್ಟ್. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? സൂപ്പർ ഇപ്പൊ ഹിറ്റായ അളിയനല്ലേ? വന്നല്ലോ അളിയനെ ഇരിക്കുന്നേ. രാജ്യദ്രോഹി വാങ്കരയുടെ തുറമുഖത്ത് നിന്റെ അഴിഞ്ഞാട്ടോല്ലേ? ഇല്ലാത്ത ഭൂതയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തയില്ലാത്തവനെ. ഇപ്പഴാ മനസ്സിലായത്. ഇതാണ് നമ്മുടെ നായകൻ. ഞങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ വന്നില്ലേ, അപ്പൊ നിങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾക്കും വരണ്ടേ? ഈ സിനിമയിൽ കുറെ അപകടങ്ങൾ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു ടൂർ പോകുന്നു, ആ ടൂർ പോയി എന്തെങ്കിലും പറ്റിയ സിനിമയായിട്ട് ബന്ധമുണ്ടോ? വിശ്വാസങ്ങളെ നമ്മൾ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ നമ്മൾ ഏറ്റെടുക്കും. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ വീണ്ടും ഒരു ഇന്റർവ്യൂ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1. അപ്പോൾ ആ സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. ഈ സിനിമയുടെ വിശേഷം നമ്മളോട് പങ്കുവയ്ക്കാൻ കുറച്ച് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സിനിമ മലയാളത്തിലേക്ക് ഡബ് ചെയ്തവരും ഡബ് ചെയ്യിപ്പിച്ചവരും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. നമ്മുടെ സ്വന്തം അശ്വിൻ ഖനാൽ, രാജൻ ഇടുക്കി, വേണുചേട്ടൻ, നിർമ്മൽ, RJ സുരാജ്, എല്ലാവർക്കും നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ ഒന്നും കൂടി ഒന്നിക്കുകയാണ്. ഡബ് ചെയ്തവരും ഉണ്ടല്ലോ അല്ലേ? അപ്പൊ തനിക്ക് വിട്ടിരിക്കാല്ലോ, ഇങ്ങനെ എടുത്തു വന്നേ. ഈ പടത്തില് ഏറ്റവും നല്ലൊരു ക്യാരക്ടർ ഡബ് ചെയ്ത ആളാണ്. പണിയായിരുന്നല്ലേ? കൊല്ലരുത്. അയ്യോ, എനിക്കിത് ശീലമില്ലാത്താണേ. ഈ കോലത്തൊന്നും പതിവില്ല. ശീലം ആവട്ടെ. അയ്യോ, ആദ്യമായിട്ട് എന്തോ ആങ്കർ പണി പോയാലും കുഴപ്പമില്ല, എനിക്കതാണല്ലോ സന്തോഷം. എന്റെ ഒരു എതിരാളി എനിക്ക് മാറ്റി നിർത്താമല്ലോ. കൂടെ കിട്ടിയതായാലും ആണല്ലേ? കഴിഞ്ഞ ദിവസം ഒന്നും കൂടെ കിട്ടിയില്ല. ഇവിടെ ഇന്റർവ്യൂ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ സാറ് ഇങ്ങനെ ഇരിക്കില്ല. ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കാം, നിർത്തി ഞാൻ ചോദിക്കാം. ശ്രീനാഥ് ഇത് കംപ്ലീറ്റ് ആവില്ല. അത്രയും അതിമനോഹരമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷനാണ് പുള്ളി ഡബ് ചെയ്തേക്കുന്നത്. ഇത് പറഞ്ഞു ചെയ്യിപ്പിച്ചല്ലോ കേട്ടോ, പറയിപ്പിച്ചൊന്നുമല്ല. ഇതിനാണോ ചേട്ടൻ കുറച്ചു മുമ്പ് ചേട്ടനെ വിളിച്ച് വെളിയിലോട്ട് കൊണ്ടുപോകും? ക്യാരക്ടർ ഏതായിരുന്നു ശ്രീനാഥ്? എന്റെ ഒരു ഭോഗേന്ദ്ര മന്ത്രി. അതെ, അപ്പൊ പിന്നെ പറയണ്ടായിരുന്നല്ലോ. എല്ലാരും കൊണ്ട് പറയിപ്പിക്കും. അല്ല, അളിയനെ വിളിക്കുമ്പോൾ നമുക്കൊരു അതുണ്ടായിരുന്നു, അളിയന് വർക്കൗട്ട് ആവുമോ? പക്ഷെ വന്നു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അളിയൻ ട്രാക്കിലേക്ക് വീണു. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അടിപൊളി. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്ന മലയാളം യൂട്യൂബ് ചാനലിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ചാനലിലെ ആങ്കറിനെ അതേ ചാനലിൽ തന്നെ മറ്റൊരു ആങ്കർ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. ആ ഭാഗ്യം എനിക്ക് കിട്ടി. സിനിമയും ഇന്റർവ്യൂ ഒരു ചരിത്രമാവട്ടെ. തീർച്ചയായിട്ടും. അടുത്തവരുടെ വർക്കിലൊക്കെ ഇങ്ങനെ ഡബിൾ ആർട്ടിസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇനി നേരെ നമുക്ക് വിശേഷങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ എന്റെ സ്വന്തം ചേട്ടനെ എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്റെ ചേട്ടനായിട്ട് കണ്ട ഒരാളെ ഇന്റർവ്യൂ എടുക്കുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്റർവ്യൂ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്.
അപ്പം നമ്മുടെ കാന്താരയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. എങ്ങനെയുണ്ടായിരുന്നു ഇതിൻ്റെ ഡബ്ബിങ് എക്സ്പീരിയൻസ് ഒക്കെ? എല്ലാവരും കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്, അപകടങ്ങളായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ക്രൂവിനെയൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ നേരിട്ട് ചോദിച്ചറിയണമല്ലോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യം കാന്താര ആക്ച്വലി നമ്മളൊരു 1.5 മാസം എടുത്തിട്ടാണ് ഡബ്ബിങ് പൂർത്തിയാക്കിയത്. പുതിയ വിഷ്വൽസ് വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് എക്സ്പെക്ടേഷൻസ് ലെവൽ അത്രയ്ക്ക് പീക്കാൻ നമുക്കറിയാം. അപ്പോൾ ചെയ്യുമ്പോൾ അത്രയ്ക്ക് വൃത്തിയായിട്ട് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ബാരിയർ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു, ആ ഒരു ടെൻഷൻ. പക്ഷേ എങ്കിലും ഇവരുടെ എല്ലാ സഹകരണം കൊണ്ട് പടം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു 30-35 തവണ കണ്ടു പടം, എന്നിട്ട് നമുക്ക് ബോറടിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് വലിയൊരു ഇതാട്ടോ. നമുക്കിപ്പോൾ ഈ സിനിമ കാണാനും കൂടെ ഭയങ്കര പ്രചോദനമാകുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ഇത്രയും വട്ടം കണ്ടിട്ടും അടിപൊളിയായിരുന്നു. ജനങ്ങളും അതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. നമ്മൾ ആദ്യത്തെ പാട്ട് കണ്ടതിന് ശേഷം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണല്ലോ അടുത്തത് എന്താണ് വരാനിരിക്കുന്നത്, എന്താണ് അതിന്റെ ഒരു ഇമ്പാക്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പാട്ടെന്ന് പറയാൻ പാടില്ല എങ്കിലും ആദ്യത്തെ സിനിമ ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു കാന്താരയുടെ തന്നെ? ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ഓ, ത്രൂ ഔട്ട് ക്യാരക്ടറാണ് ചെയ്തത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ അത് ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോൾ അതിന്റെ മേക്കിംഗ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇത് അതിനേക്കാൾ എൻ്റെ ഡിഫറെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് മൊത്തം കാണാൻ പറ്റില്ല, നമ്മൾ ഡബ് ചെയ്യുന്ന പോർഷൻസ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ ഭയങ്കരമായ ഡിഫറൻസും ഭയങ്കരമായി വരേണ്ട ഒരു പടമാണ് വരും. ചേട്ടൻ ഡബ് ചെയ്യുന്ന അതിനകത്തുള്ള ക്യാരക്ടർ ആരെങ്കിലും തന്നെയാണോ ചെയ്യുന്നത്? അല്ല, വേറെയാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാം ചെയ്യുന്ന ക്യാരക്ടറിനെ ഇത് എൻ്റയർലി സ്റ്റോറി വേറെയാണ്. ഫസ്റ്റ് സ്റ്റോറി അല്ല, എൻ്റയർലി സ്റ്റോറി വേറെയാണ്. ഒരു പ്രീക്വലാണ്. ഇതൊരു 6th സെഞ്ചുറിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളെല്ലാം ചെയ്യുന്ന ക്യാരക്ടറിനെ പറ്റിയിട്ട് പറയാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ ഭയങ്കര വലിയ ഭാഗ്യം കിട്ടി. ഋഷഭ് സാറിന് ശബ്ദം കൊടുക്കാൻ പറ്റി. അപ്പോൾ അശ്വിനാണ് വിളിച്ചിട്ട് ഒരു ദിവസം വോയിസ് ടെസ്റ്റിന് വരാമെന്ന് ചോദിച്ചത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏത് സിനിമയാണെന്നൊന്നുമില്ല, നമുക്ക് സ്ക്രീനും തന്നില്ല. ഇവര് വോയിസ് മാത്രമായിരുന്നു. അതിന്റെ മുകളിൽ ഡബ് ചെയ്തിട്ട് പോയി. എനിക്ക് ഏത് പടമൊന്നും അറിയില്ല. ഏതായാലും വർക്ക് ചെയ്യാൻ പറ്റിയാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് കഴിഞ്ഞ് കുറേ നാൾ ഞാനത് വിട്ടു. കാരണം നമ്മൾ ഇതുപോലെ പോയിട്ട് തോറ്റ് ചതുര തോപ്പിക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോഴേ തിരിച്ച് മറ്റേ കിട്ടിയില്ല. ഓ നോ പ്രോബ്ലം. വോയിസ് ടെസ്റ്റുകൾ ഒരുപാട് നമ്മളുടെ എല്ലാ ഡബിങ് ആർട്ടിസ്റ്റും അങ്ങനെ തന്നെയാണ്. എത്രയോ കിട്ടാതെ പോകുന്നു. നോ പ്രോബ്ലം. പങ്കെടുത്ത് വിജയിപ്പിക്കും, അതാണ് എൻ്റെ ഒരു പരിപാടി. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഞാൻ എഫ് എമ്മിൽ ഓക്കെയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്താണ് ആശയം വിളിച്ചിട്ട് അളിയ റെഡി ആക്കി ഒരു പരിപാടി ഉണ്ട്. നമ്മൾ എന്താ പറയുക, ഞാൻ വരാം, കുഴപ്പമില്ല, നമ്മൾ കാന്താര ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ എന്നാൽ ഏതെങ്കിലും ചെറിയ ക്യാരക്ടർ സെറ്റ് ചെയ്യണം. എടാ നീയാണ് ഋഷഭ് ഷെട്ടിക്ക് വോയിസ് കൊടുക്കാൻ ഞാൻ അവിടെ ഗൂസംസ് ഒക്കെ എന്നെ പിടിച്ചാരെങ്കിലും ഒരു 1.5 മൊമെന്റ് ആയിരുന്നു. അടിപൊളി, ഭയങ്കര സന്തോഷം. അതെ തീർച്ചയായിട്ടും. ഇപ്പോഴും ഞാൻ താങ്ക് യു അശ്വിൻ, താങ്ക് യു നിർമ്മൽ, ഇവരായിരുന്നു അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ. ആ ട്രാക്കിലേക്ക് എത്താൻ ഭയങ്കര ടൈം എടുത്തു. പക്ഷേ ഇവര് അത്രയും മാത്രം നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്നു. എത്രയോ ടേക്കുകൾ, എത്രയോ രാത്രികൾ, എത്രയോ പകലുകൾ. അതെ, നന്ദി മാത്രമേ ഉള്ളൂ. ചേട്ടൻ ചെയ്ത ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളിൽ ഏറ്റവും ചേട്ടന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയത് ഇത് തന്നെയാണ്? ഏറ്റവും രസം എന്താണെന്നറിയോ, ഈ ഇപ്പൊ ഞാൻ ഋഷഭ് സാറിന്റെ ശബ്ദം കൊടുത്തു. എനിക്ക് വേറെ ക്യാരക്ടറിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അല്ലാതെ ബാക്കി കഥ ഒന്നും ഇവർ കാണിച്ചിട്ടില്ല. ഇപ്പോഴും അറിയില്ല. അതായത് എന്റെ സീൻ കഴിയുമ്പോൾ മോണിറ്റർ ഓഫ് ചെയ്യും. അതിന്റെ കാരണം അവിടെ നിന്ന് ഒരാളുണ്ടായിരുന്നു, അസോസിയേറ്റ് ഡയറക്ടർ മിസ്റ്റർ ഡോളർ അല്ലേ, അദ്ദേഹം ഫുൾ ടൈം കൂടെ ഉണ്ട് നമ്മുടെ. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഡബ് ചെയ്യുന്ന പോർഷൻ അല്ലാതെ വേറെ ഒരു ഭാഗം കാണിക്കില്ല. അത് ഭയങ്കര കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ടായിരുന്നു. അത് എന്താ വെച്ചാൽ ഇവർ ഓഫ് ചെയ്ത് കളയും, മോണിറ്റർ ഓഫ് ചെയ്ത് കളയും. അപ്പൊ ചേട്ടൻ ഇപ്പം മെയിൻ ക്യാരക്ടറിന് വേണ്ടി ഡബ് ചെയ്തു, എല്ലാം കഴിഞ്ഞു, പക്ഷെ കഥ അറിയത്തില്ല. അതൊരു അവസ്ഥയാണ്. പടം ഇറങ്ങിയിട്ട് വേണം. വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് പറയുന്ന പോലെ വേദനിക്കുന്ന ഡബിംഗ് ആണ് പ്രയോഗം. ശരിക്കും അപ്പൊ ഇതിൽ ആർക്കൊക്കെ കഥ ശരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുള്ളൂ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു 30 ടൈംസ് ഓഫ് ഞങ്ങള് ഫിലിം മൊത്തം മാത്രമല്ലേ നമ്മൾ പറഞ്ഞ എല്ലാം കഴിഞ്ഞു. എന്റെ ഡബിംഗ് കറക്ഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സീൻ ഒന്ന് കാണിച്ചു തരും, ഇമ്പാക്ട് ഇല്ല. ഈ ഹീറോയിന് വരുമ്പോഴും ഒരു കടിഞ്ഞാണുണ്ട്, പുറയുന്നെങ്കിലും ഒരു വലിയുണ്ട്. അല്ല എന്താ പറയുക, അത് നമ്മളത് ചെയ്യണോട്ടോ. കാരണം ഇവരത് ചെയ്യണം. 5 വർഷത്തെ അദ്ദേഹത്തിന്റെ ഒരു കഠിന പ്രയത്നമാണ്. അപ്പൊ ഈ കഴിഞ്ഞ പത്രസമ്മേളനത്തിനൊക്കെ ആണെങ്കിൽ പുള്ളി പറയുന്നത് അത്രമാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അവര് ആ സീരിയസ്നെസ്സോടുകൂടി തന്നെ നിർമ്മലും മറ്റേ അശ്വിനും ഇത് ചെയ്യുന്നത്. ഏത് ഡബിംഗ് ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോഴും എത്രമാത്രം ഇവർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നോ അത്രയും മാത്രം ഗംഭീര ഡബിംഗ് ഡയറക്ടേഴ്സ്. ഫോണ് കളമശ്ശേരി ഉദ്ദേശിച്ചത് സ്റ്റുഡിയോന്റെ നമ്മളിരിക്കുന്ന സൂട്ടില്ല.
പറഞ്ഞപ്പോ ഒരു ആനുകാലികമായിട്ട് പറയുന്നതൊന്നും രണ്ടും രണ്ടിടത്ത് അത് ഇല്ലല്ല. കിലോമീറ്റർ അപ്പുറം ഫോൺ വെച്ചത്. അല്ല നിർമ്മലേട്ടൻ ഞാനും ഇത്രയും വലിയ ദുഷ്ടനാണെന്ന് പറഞ്ഞു. ഇല്ലില്ല നിർമ്മലേട്ടാ, അത് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. ചേട്ടൻ ഒരിക്കലും ഒരു ദുഷ്ടൻ രീതിയിലോട്ടൊന്നും ചിന്തിക്കണ്ട. എൻ്റെ അടുത്ത് ഇവിടുന്ന് ഡബിങ്ങിന് പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് ശ്രീനാഥേട്ടൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തത് ചേട്ടൻ്റെ കൂടെയാണ്. വെരി ഗുഡ് വെരി ഗുഡ്. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. പറ. അല്ല അത് ഞാൻ ഇങ്ങനെ പല സ്റ്റുഡിയോയിൽ ഡബ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരും വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മളോട് ഫോഴ്സ് ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നത്. പക്ഷെ ഒരു വർക്ക് നന്നാവാൻ വേണ്ടി നമ്മൾ ഇത്രയും സേഫ് ആക്കി ഇത്രയും കംഫർട്ട് ആക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ്. കാരണം ഇദ്ദേഹം കന്നഡക്കാരനാണോ തെലുങ്കനാണോ എന്ന് തോന്നി, അത്ര മനോഹരമായിട്ട്. ലുക്കിലാണോ പറഞ്ഞത് കഴിവിലാണോ? കഴിവില്ല. കന്നഡക്കാർക്ക് നല്ല ലുക്കാ. ഡബിംഗ് ഡയറക്ടർ അതുപോലെ നമ്മുടെ അശ്വിൻ ചേട്ടനും അതേട്ടാ. ഇവര് ഇവരുടെ കോംബോ ആണ് ഇവര് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പൊ കന്നഡ കേട്ട് മലയാളത്തിലേക്ക് കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യും, അശ്വിൻ അത് ഫ്രെയിം ചെയ്യും. അതെ, ഒന്നുകൂടെ വൃത്തിയായിട്ട് നല്ല മലയാളത്തിലേക്ക് അശ്വിൻ അത് ഇവർ രണ്ടുപേരുടെയും കൂടെ ഒരു ടീം വർക്കാണ്. തീർച്ചയായിട്ടും. ചേട്ടൻ ശരിക്കും എത്ര ലാംഗ്വേജ് അറിയാപ്പോ? ഒന്ന് പറഞ്ഞു കൊടുത്തേ. എനിക്ക് കന്നഡ നന്നായിട്ട് സംസാരിക്കാനും മനസ്സിലാക്കാനും മൊത്തം സിനിമയുടെ ട്രാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയാം. തെലുങ്ക് മനസ്സിലാക്കാൻ അറിയാം, ഹിന്ദിയും നന്നായി മനസ്സിലാവും, ഇംഗ്ലീഷ് മലയാളത്തിൽ കുറെ വാക്ക് അറിഞ്ഞൂടാ. അല്ല മലയാളം അത്ര പോരാ. ശരി. മലയാളം അത്രയ്ക്ക് അതായത് മദർ ലാംഗ്വേജ് മലയാളം ഓൾറെഡി പക്ക, തമിഴ് അതുപോലെ എല്ലാം ഓക്കെ, ഇംഗ്ലീഷും ഓക്കെ, കന്നഡ ഓക്കെ. ഏതോ ഓക്കെ അല്ലാത്ത ഓക്കെ അല്ല, തെലുങ്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, ഹിന്ദിയും കുറച്ച് കുച്ചിനഹി നമ്മുടെ മാത്രം അറിയാൻ പാടുള്ളൂ. പക്ഷെ അതങ്ങനെ ലാംഗ്വേജ് അറിയുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് എനിക്ക് അതുകൊണ്ടാണ് കന്നഡ അറിയാവുന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇത്രയും വലിയൊരു പടം നമ്മളെ വന്നത്. വിശ്വസിച്ചത്. അതെ, തീർച്ചയായും. ഈ നിർമ്മലിനെ വിളിച്ച് ബുദ്ധിമുട്ടണ്ട. നിർമ്മല് പൊതുവെ ഫീൽഡിൽ അറിയപ്പെടുന്ന വേറെ പേരുണ്ട് കേട്ടോ. കുട്ടു കുട്ടൂസൻ അങ്ങനെ എന്തോ അല്ലേ? ഓ അങ്ങനെ. ഒരു കുട്ടു അല്ലേ, ഒരു കുട്ടു. ചെറുപ്പത്തിൽ നമ്മള് ചൈൽഡ്ഹുഡില് നാട്ടിലൊക്കെ ഫ്രണ്ട്സിന്റെ കളിക്കാനെ പോകുമ്പോൾ ചേട്ടന്മാരെ ചോദിക്കും, രാജു എവിടെ, നീ രാധനെ എന്താ ചെയ്ത്, രാധ എവിടെടാ, ഇങ്ങനെ ചോദിക്കുന്നത്. അതായത് കുട്ടൂസൻ, നീ കുട്ടൂസൻ അല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കായിരുന്നു. അപ്പൊ പിന്നെ കുട്ടൂസൻ ഇൻസ്റ്റ ഐഡിയ ആക്കി. അതൊന്നും കാര്യമില്ല, ചുമ്മാ നിർമ്മലെന്ന് വിളിക്കുന്നത് ഇപ്പൊ പഠിപ്പിച്ച ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഇച്ചിരി ലോങ് ആയിട്ട് എപ്പോഴെങ്കിലും കാണുന്ന ഫ്രണ്ട്സ് അവർ മാത്രമേ വിളിക്കുള്ളൂ. ബാക്കി എല്ലാവരും കുട്ടു. ഇവരെല്ലാവരും എന്നെ നിർമ്മലിനെ വിളിക്കുക. ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് സാർ. ട്രിവാൻഡ്രത്തെ ഡബിംഗ് ആർട്ടിസ്റ്റും കുട്ടു തന്നെ വിളിക്കുക. അപ്പൊ നിങ്ങൾ എന്തൊട്ട് കുട്ടു എന്ന് വിളിച്ചാൽ മതി. അപ്പൊ ജാങ്കോ സ്പേസിലൂടെ വെളിപ്പെടുത്തുകയാണ് ഇദ്ദേഹമാണ് കുട്ടൂസ് അല്ല, കുട്ടൂസൻ. ഡബിംഗ് മേഖലയിലെ കുട്ടൂസനാണ്. അപ്പൊ നമ്മൾ ഒരാളുടെ ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞു, ബാക്കി പറഞ്ഞില്ല. പറഞ്ഞു. ഞാന് ശരിക്കും ഒരു ഏജ് ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത് അല്ലേ. പിന്നെ നെറേഷൻ സ്റ്റൈലൊരു അതിലാ കഥ പറയുന്ന ആള് തന്നെയാണ് നരേഷൻ. നമ്മുടെ കൊച്ചിയിലെ വൺ ഓഫ് ദ സീനിയർ ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അതെ, നമ്മുടെ ജാഫർ ഇടുക്കി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗുരുവാണ്. അദ്ദേഹത്തെ പിന്നെ ഈ രാജയുടെ ഡബിംഗ് സിനിമകൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്ന സ്റ്റൈലിൽ. അദ്ദേഹം തന്നെ മെയിൻ പോർഷൻ ആണ് പടത്തിന്റെ. അപ്പൊ ചേട്ടനിലൂടെയാണ് ഞങ്ങൾ കഥ അറിയാൻ പോകുന്നത്. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞപ്പോ കഥയെ കുറിച്ച് യാതൊരു ധാരണ എനിക്കും ഇല്ല. എന്താണ് ഇവര് പറയുന്നതെന്ന് ഇപ്പോഴും അറിയില്ല. അശ്വിനും നിർമ്മലും പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ല, അവര് ഇനിയിപ്പോ വെളിപ്പെടുത്താൻ പാടില്ലാത്തത് കൊണ്ടാണോ എന്താന്ന് അറിയത്തില്ല, അവരും വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. സമയമുണ്ടല്ലോ. അങ്ങനെ ചേട്ടൻ ഇതില് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഇതില് ചെയ്തിട്ടുണ്ടോ? ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതില് നായകന്റെ ഒരു കൂട്ടുകാരൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ ഒരുപാട് പടത്തിന്റെ നായകൻ കങ്കുവില് തൊണ്ട കയറി അപ്പൊ ശരിക്കും നിങ്ങൾ അത് പറഞ്ഞോണ്ട് ചോദിക്കട്ടെ, ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അലറി ഇല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഡബ് ചെയ്യേണ്ടി വരുന്നില്ല, കങ്കോയിലൊക്കെ വന്നല്ലോ. ഇതിലും ഉണ്ടോ അതുപോലെ ഈ ഒരു രീതിയിലുള്ള? എനിക്കൊരു ഗുണം കിട്ടി. ഞാൻ ചെയ്ത ക്യാരക്ടർ എനിക്ക് എന്റെ ഒറിജിനൽ വോയിസിൽ തന്നു. അത് എന്റെ ഒറിജിനൽ വോയിസിൽ ഇട്ടത് റിജക്ട് ചെയ്തു. എന്നിട്ട് വേറൊരു വോയിസിൽ ക്യാരക്ടർ നമ്മുടെ നവാസിന്റെ ഒക്കെ ഫാദറിന്റെ ഒക്കെ ആ ശബ്ദം കേട്ട എനിക്കിങ്ങനെ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചോദിക്കാവുന്ന ചോദിക്കാവോ? അതിനകത്ത് ഡയലോഗ് നമുക്ക് പറയാൻ പാടില്ല. ഭയങ്കര ശബ്ദത്തിന്റെ ഒരു വേറെ ഡെമോ അതിനകത്ത് പിന്നെ അതിപ്പോ ഞാനേ
ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു. അവൻ എന്നോട് ചോദിച്ചു എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴും ഞാൻ എന്ത് ചെയ്യാൻ, എനിക്കൊന്നും ചെയ്യാനും പറയാനൊന്നും പറ്റില്ല. അത് വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ശബ്ദം, അങ്ങനത്തെ ഒരു ശബ്ദം, ഇത് ഒരു പൈസ കിട്ടിയ ഒരു ഗുണം ഉണ്ടാവില്ല അല്ലേ? ചേട്ടന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യോ? അങ്ങനത്തെ ഒരു ശബ്ദം കൊല്ലുവോ? അല്ല, മിമിക്രിയിൽ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ 30 വർഷത്തോളം മിമിക്രിയിലായിരുന്നു. ഇപ്പൊ ഡബിങ്ങിലേക്ക് മാറിയിട്ട് ഒരു 15-16 വർഷമാകും. ഒരു കാര്യം ചെയ്യണം ചേട്ടാ, ജാഫർക്കയുടെ വോയിസ് എന്ന് പറഞ്ഞു. ജാഫറിന്റെ വോയിസ്, ജാഫറിന്റെ പഴയ വോയിസ് അല്ല ചെയ്യുന്നത്, എൻ്റെ ശിഷ്യനാണ് ജാഫറിന്റെ. ഇപ്പൊ സാധാരണ എന്നെ വിളിക്കുമ്പോഴൊക്കെ പക്ഷേ എല്ലാ വിശേഷം എന്താ പറയാ, പക്ഷേ അങ്ങനത്തെ ഒരു ടോണാണ് ഇപ്പൊ. ഭയങ്കര ബേസായി മൊത്തത്തില്. നെടുമുടി വേണു സാറിന്റെ അല്ല, ജാഫ്രിക്കയുടെ പഴയ വോയിസ് ഇല്ലേ? ഓരോ ഞങ്ങൾക്ക് 20 മോഞ്ച് വേണ്ട എന്താ പറയാ ഞാൻ അങ്ങനത്തെ ഒരു ടോണാണ് മിമിക്രി ബേസായി. ഞാനത് സൗണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. മറ്റേത് ഇപ്പോഴത്തെ സാധനമാണ് ഉള്ളി നമ്മൾ വിളിക്കുന്നത്. അല്ലേ? കാണുമ്പോ ഭരത് ഗോപി ആണെങ്കിലും നെടുമുടി കറക്റ്റ്. അതെ, പണ്ട് ഗോപിച്ചേട്ടനെ പറഞ്ഞിരുന്ന ഒരുപാട്. പക്ഷെ എന്താ പറയാ, കരയണ്ട, കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു പാട്ട് പാടിയില്ലെങ്കിൽ നെടുമുടി ആവൂല. 59 പെൺപക്ഷി, അതിൻ്റെ കൂടെ ഒരു ആൺപക്ഷി, ആൺപക്ഷികളും പെൺപക്ഷികളും തമ്മിക്കൊത്തി പ്രേമം അമൃതത്തെ വയ്യ മടുത്തു. അത്ര തന്നെ. അല്ല, ഞാൻ രാജേട്ടൻ കാർട്ടൂൺ ഡൊണാൾഡൊക്കെ കേട്ടിട്ടുണ്ടോ? പിന്നെ അതിന്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ബെൻട്ടനൊക്കെ ഞങ്ങൾ 250 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ബെൻട്ടൻ മാക്സ് ഞാൻ ചെയ്തത്, മാക്സ് ബെൻട്ടൻ. രാജേട്ടൻ കുറച്ച് ഏലിയൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൊണാൾഡ് ഡക്ക് വന്നില്ലേ, ഡൊണാൾഡ് ഡക്ക്, അതിനകത്ത് ഡക്കിന്റെ 50 എപ്പിസോഡ് വോയിസ് രാജേട്ടന്റെ വോയിസ് എപ്പിസോഡ്. കിങ്ങിന് പുള്ളി ഡക്കിന്റെ സൗണ്ടിൽ മറുപടി ഞാൻ ചോദിക്കാം, ഡക്ക് ഒരു പാട്ട് പാടാമോ? എന്ത് പാട്ട് പാടും? ഈ സുരാജിനെ ഒന്ന് ചീത്ത പറയാമോ? സുരാജിനെ ചീത്ത പറയാമോ? ചേട്ടൻ ചെയ്തേക്കുന്ന വോയിസ് ആയിരുന്നു ബെൻട്ടന്റെ. അത് സാധാരണ വോയിസ്. ഏലിയൻസിന്റെ ഏലിയൻസിന്റെ വേറെ ടൈപ്പ്. നമ്മള് എല്ലാത്തിനെയും കൂടി ഒന്നിച്ച് കിട്ടി, ഒന്നിച്ച് തീർക്കാനുള്ള അവസര. ഇപ്പൊ എലിയ പോലത്തെ ആളിന്റെ അതിന് കിട്ടിയെങ്കിൽ എന്താ, കിട്ടിയെങ്കിൽ മേടിച്ചോടാ കൊഞ്ഞവന്റെ ഇങ്ങനെ സാധനം. അങ്ങനത്തെ 2-3 വോയിസുകളുണ്ട്. കേട്ടപ്പോ ചാർജ് ആയിരുന്നു ആങ്കർ. ബ്രോയുടെ എക്സ്പീരിയൻസ് അതാണ് എനിക്കും എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞ കാന്താര മൂവി. ഞാൻ അതിന്റെ ഭയങ്കര ഫാനാണ്. ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട് ഒരു പെർഫോമൻസ് കണ്ട് ഇങ്ങനെ കൈ അറിയാതെ ഇങ്ങനെ എന്ത് നീ കാണുന്ന തൊഴുതു പോയൊരു പടം കാന്താര. അത് ലാംഗ്വേജ് ഏതായിരുന്നു കണ്ട്? മലയാളം തന്നെ. അത് കഴിഞ്ഞ് എന്നെ വിളിക്കുമ്പോൾ എനിക്കറിയില്ല. ഇപ്പൊ സുരാജ് പറഞ്ഞ പോലെ തന്നെ എനിക്കറിയില്ല. ഞാൻ അവിടെ ചെന്ന് ഡബ് ചെയ്ത് ആ ഒരു പോർഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് എടാ പടം ഏതാന്ന് മനസ്സിലായില്ല, അതാണ് കാന്താര. അശ്വിനാണ് പറയുക കാന്താരയായിരുന്നു. ഞാൻ എൻ്റെ അമ്മേ കാന്താര. അപ്പോഴും ഞാൻ ക്യാരക്ടർ എന്തോരുണ്ടോന്നും അറിയില്ല. പിന്നെയാണ് അറിയുന്നത് ഇത് ഇതിലെ ഒരു പിന്നെ അയ്യോ അതിന് ഞങ്ങൾക്ക് ഇവിടെ കാണാനുണ്ടായിരുന്നു. ഇന്റർവ്യൂ കഴിയുമ്പോ പോയിട്ട് വരാം, എവിടെ ഡബിംഗ് ഉണ്ട്, എന്തൊരു ഷോ ആയിരുന്നു. എല്ലാവരുടെയും ചെന്നിട്ട് സാധാരണ വരുന്നതും പോകുന്നതും നമ്മൾ അറിയാറില്ല. ഇത് എല്ലാവരുടെ എഡിറ്ററുടെ എല്ലാം ചെന്നിട്ട് പോയിട്ട് വരാം കേട്ടോ, നമ്മൾ ചോദിക്കണം എവിടെ പോവാ കാന്താരയുടെ ഡബിംഗ്. രാത്രി വിളിക്കാം അറിയാ, ഒരു 10 മണിയാ അറിയാ, ഞാൻ വരാളിയാ, എപ്പോ വേണമെങ്കിൽ ഒരു മഹാഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതും വളരെ ശ്രദ്ധേയമായ ഒരു ത്രൂ ഔട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ.
One of the ഞങ്ങൾക്കും best. ഭയങ്കര സന്തോഷം അത് കാണാൻ ഞങ്ങളും വെയിറ്റിംഗ് ആണ്. പിന്നെ ഒരുപാട് പരിപാടികളുണ്ടല്ലോ. പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ അതെ, എസ്പെഷ്യലി അതെ, എന്റെ ലൈഫിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. സീരിയസ്ലി അത് ഒരു നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു തീർച്ചയായിട്ടും. സിനിമയുമാണ്. നിങ്ങൾ ശരിക്കും മലയാളം സിനിമകളും ഡബ് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ അന്യഭാഷയും ചെയ്യാറുണ്ട്. ഇത് രണ്ടും ചെയ്യുമ്പോൾ വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടേത്. അന്യഭാഷ ചെയ്യുമ്പോൾ ലിപ്സിംഗ് അങ്ങനെ ചെയ്യുമല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഭയങ്കര എന്താണ് മേജർ ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു. കറക്റ്റ് മീറ്റർ പിടിക്കണം, അർത്ഥം വരണം, നാച്ചുറൽ ആയിരിക്കണം. പിന്നെ നമ്മളിപ്പോ എന്നാണ് മറ്റേ കന്നഡയിൽ എന്തെങ്കിലും വരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ പിടിക്കണം. അതായത് ചുണ്ടാണ് നമ്മൾ ലിപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഡബ് ചെയ്യുന്നത്. ലിപ്പ് ക്ലോസ്ഡ് ആണെങ്കിൽ അതേപോലെ ഡയലോഗ് ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പൈലറ്റ് അല്ല. പിന്നെ നമ്മുടെ മലയാള ഓഡിയൻസിന് ഇഷ്ടപ്പെടുകയും ചെയ്യണം. ഇപ്പൊ നമ്മൾ തെലുങ്ക് മൂവി നമ്മൾ ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതേ കൾച്ചർ അഡാപ്റ്റ് ചെയ്താൽ നമുക്കത് നമ്മുടെ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഡയലോഗ്സ് എഴുതാനായിട്ട്. അപ്പൊ അത് എല്ലാം കൂടെ ഒരു പണിയാണ്. അല്ലേ, ആദ്യം മുന്ന അക്ഷരവും അവസാനം മുന്ന അക്ഷരവും കൃത്യമാണെങ്കിൽ ഇടയിൽ മുന്ന അക്ഷരങ്ങൾ നമുക്ക് നോക്കാൻ പറ്റില്ല, ലെങ്ത് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മങ്കൊമ്പ് സാറിനെ പോലുള്ളവര് കറക്റ്റായിട്ട് കാരണം ഒരു വാക്കിന് പകരം മലയാളത്തിൽ ഒരു വാക്കിന് 5-6 വാക്ക് കിട്ടും. അപ്പൊ അത്ര പദസമ്പത്തുള്ളവരാകുമ്പോൾ വാക്കുകൾ പെട്ടെന്ന് മാറ്റി മാച്ച് ചെയ്യിക്കണം. ഞാനൊക്കെ അരമണിക്കൂർ ആലോചിക്കണം പെട്ടെന്ന് 5-6 വാക്ക് കിട്ടും. സ്ട്രൈക്ക് മൂവി ആയി കഴിയുമ്പോൾ പൈലറ്റ് നല്ല പക്കയായിട്ട് കിടപ്പുണ്ടാവും. ഒരു കാരണവശാലും നമുക്ക് അത്ര സ്ട്രെയിൻ ഇല്ല. അന്യഭാഷ ചെയ്യുന്ന അത്ര സ്ട്രെയിൻ സ്ട്രൈക്ക് മൂവിക്ക് ഒരിക്കലും വരത്തില്ല. ഇതിൽ ഡയലോഗ് ശരിക്കും കൊടുക്കുന്ന ചേട്ടനാണോ ആരാ എഴുതുന്നത്? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൺഫ്യൂഷൻസ് ഒക്കെ നിൽക്കാറുണ്ട് ഈ പറഞ്ഞ അത്രയും മൂവീസ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അധികം സ്റ്റക്ക് ആവാറില്ല, എങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ട് അല്ലടാ. നോർമലി എന്താ വെച്ചാൽ ഇതിന്റെ റൈറ്റിംഗ് സ്റ്റാർട്ടിംഗ് ഔട്ട് പ്രോസസ് ഒരു ഡബിങ് 1.5 മാസം ആയിട്ടുള്ളൂ. ഇതിന്റെ റൈറ്റിംഗ് പരിപാടി ഞാൻ 2.5 മാസം തൊട്ട്, അതായത് സംതിങ് ജൂലൈ 2nd വീക്ക് തൊട്ട് ഒരു 2 ആഴ്ച ബാംഗ്ലൂരായിരുന്നു. പടം ലൊക്കേഷൻ ഷൂട്ട് നടന്ന അവിടെ. അപ്പോൾ അവിടെ നിന്ന് ഒരു 1 വീക്ക് അവിടുത്തെ പ്രോസസ് കഴിഞ്ഞ് ഞാനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രോസസ് ഈ നമ്മുടെ റിസപ്റ്റ് സാറുമായിട്ടും പ്രൊഡക്ഷൻ ടീമിലുള്ളവരും ഡയറക്ഷൻ ടീമിലുള്ളവരും അസോസിയേറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തൊട്ടേ ഒരു ഫാമിലി പോലത്തെ ഒരു പിക്കപ്പാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എത്ര എക്സ്പീരിയൻസ് അതൊന്നും അല്ലായിരുന്നു നോക്കിയത്. ഒരു കാലിബർ ഒരു നമ്മുടെ റെക്കമെൻഡ് ചെയ്യാൻ തന്നെ അങ്ങനത്തെ കുറച്ച് പേരുണ്ട്. അപ്പോൾ ആ ഒരു പേരില്ല, അവർ കൊടുത്ത പ്രോമിസ് എനിക്കത് കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഹാർഡ് വർക്ക് ആയിരുന്നു. അപ്പോൾ അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് വന്ന് പിന്നെ പടം വന്നപ്പോൾ മൊത്തം സിനിമ ഒന്ന് ട്രാക്ക് ആക്കി എടുത്തു. പിന്നെ സാറ് പറഞ്ഞു കോമഡിക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഒരാളെ ഹയർ ചെയ്യണം. ഈ മോണോക്കിലും മ്യൂക്രി അങ്ങനെ എല്ലാത്തിലും ഇതിലേക്കുള്ള നല്ലൊരു അടിപൊളി ആളെ ഹയർ ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. കോമഡിക്ക് വേണ്ടി 2 ദിവസം നമ്മളൊരു മിമിക്രി കലാകാരനെ നമ്മൾ കൊണ്ടുവന്നു. അതായത് കൊണ്ടുവന്ന് ചെയ്ത് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മള് കൂടെ ഇരുത്തി. ഇപ്പൊ ഞാൻ ട്രാക്ക് ചെയ്യും, ഞാൻ മൊത്തം സിനിമ ട്രാക്ക് ചെയ്ത് ഡബ് ചെയ്ത് എന്റെ വോയിസിലാണ് മൊത്തം ഡയലോഗ്സ് എല്ലാം. അപ്പൊ ചേട്ടൻ നമ്മുടെ ഷൂട്ടിലുണ്ടായിരുന്നു, ഒരു എഞ്ചിനീയർ ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരൊക്കെ വേണോ അതെല്ലാം നമ്മൾ റിക്വയർമെന്റ്സ് എല്ലാം ചെയ്തു കൊടുത്തു. അപ്പോൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് കോമഡിക്ക് വേണ്ടിയിട്ടാണെങ്കിലും. ഇനി അല്ല ഇപ്പൊ തെയ്യം അതിന്റെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വേർഡ്സ് അങ്ങനത്തെ ടേംസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ്. അതെല്ലാം കുറെ ആലോചിച്ച് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വശം അത് തന്നെയാണ് പ്രൊനൗൺസിയേഷൻ കാര്യങ്ങളെല്ലാം. അതിന്റെ ആൾക്കാരെ തന്നെ വിളിച്ച് സംശയം ചോദിച്ച് അതെ കണ്ണൂരുകാരെ തന്നെ കോൺടാക്ട് ചെയ്തൊക്കെ എന്താണ് സംഗതി കറക്റ്റ് ക്ലിയർ ആക്കി തന്നെയാണ് പോയിരിക്കുന്നത്. മെയിൻ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാഡ് വേർഡ് ഇപ്പോൾ അവിടെ ഈ സിനിമയിൽ ബാഡ് വേർഡ്സ് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നല്ല പഞ്ച് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ കന്നഡത്തിൽ കാണുമ്പോൾ പഞ്ച് കിട്ടുന്ന ബാഡ് വേർഡ് ആയിരിക്കും. നമുക്ക് ഇവിടെ നല്ല പഞ്ച് കിട്ടുന്ന ബാഡ് വേർഡ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് എന്റെ മനസ്സിൽ തോന്നിയ തമാശയാണെന്നുണ്ടെങ്കിലും ഒരു ബാഡ് വേർഡ് പഞ്ച് കിട്ടാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. ഒന്നും അവിടെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾക്ക് ഇപ്പോ കഴുതേ മണ്ട പൊട്ട എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ, പക്ഷെ അത് സിനിമയിലാകുമ്പോൾ അതൊരു ഓക്വേർഡ് ഫീൽ ആയിരിക്കും. നമുക്ക് അത്രയും കറക്റ്റ് അവന്റെ മുഖത്ത് അടി കിട്ടിയ പോലെ കിട്ടും വേണം, നല്ലൊരു വേർഡ് ആയിരിക്കണം. അപ്പൊ അങ്ങനത്തെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ചേട്ടൻ സംസാരിക്കുമ്പോഴേ പക്ഷെ ശരിക്കും എനിക്കിപ്പം വേറെ ഭാഷയിലുള്ളവരോട് സംസാരിക്കുന്ന ഒരു ഇത് തോന്നുന്നുണ്ട്. ചേട്ടൻ മലയാളി ഒരു ഫീൽ കിട്ടുന്നില്ല. അതായത് ഇപ്പൊ ഒരു കന്നഡ നടൻ മലയാളം അറിഞ്ഞിട്ടൊന്ന് സംസാരിക്കുന്ന പാലക്കാട് വേറെ വേറെ ഒരു അല്ല, അത് നമ്മൾ സ്റ്റാൻഡേർഡ് ലൈഫ് ലിവിംഗ് സ്റ്റൈൽ അല്ല പാലക്കാട് ഭാഷയും കന്നഡ സ്വഭാവവും. അല്ല ഒരു കാര്യം ചേട്ടനോട് കന്നഡ പറയിപ്പിക്കാം, നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിക്കാം. അല്ലല്ല കന്നഡതല്ലേ മാತಾಡ್ತೀನಿ, ನೀವು മലയാളം മാತಾಡಿ ഞാൻ കന്നഡതല്ലേ മാತಾಡ್ತೀನಿ, അതെ ബെസ്റ്റ് ആൻസർ. ആദ്യം മലയാളത്തിൽ പറഞ്ഞു
ഇപ്പൊ എന്താ ചോദിക്കേണ്ടതെന്നും കൂടെ ഏയ് വരുന്നത്. ഞാനത് മാത്രമേ അയ്യോ ഇങ്ങനെ പറയാം. എന്ത് വേണം ചോദിച്ചോ. അല്ല 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 കിങ്ങിന് അങ്ങനെ പറയാൻ പാടില്ല അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ വരുന്ന ഈ ഫേക്ക് ആയിട്ടുള്ള പോസ്റ്റുകൾ, വിശ്വാസങ്ങൾ, ഇല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ചില സമയത്ത് കാണാറുണ്ട് സിനിമ ഇറങ്ങുന്ന അന്ന് തന്നെ ഈ ട്രോൾസ്, റിവ്യൂ, കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കണ്ട് ജഡ്ജ് ചെയ്തിട്ട് ആൾക്കാർ സിനിമ കാണണ്ടാന്ന് തീരുമാനിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കാര്യം നിങ്ങളിപ്പം കാന്താരയിൽ വർക്ക് ചെയ്തു, നോർമലി ഇപ്പം നമ്മൾ കണ്ടു അപകടങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നു, കാണാൻ പോകുമ്പോഴത്തേക്ക് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതുപോലെ വെജിറ്റേറിയൻ ആയിരിക്കണം, വ്രതം എടുക്കണം, ഇല്ല കാണാൻ പോയാൽ അപകടങ്ങൾ വരും, പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ വിശ്വസിക്കുന്ന വലിയൊരു മെജോറിറ്റി ആൾക്കാരുണ്ട്. ഈ ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് വായിച്ച ഉടനെ കണ്ടില്ലേ ഇത് ഇങ്ങനെയാ, ഈ സിനിമയ്ക്കൊന്നും പോകണ്ട എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അത് അങ്ങനത്തെ രീതിയിൽ നമ്മുടെ ആൾക്കാരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഫാക്ട് ചെക്ക് ചെയ്യൂല. ഇപ്പൊ ജസ്റ്റ് ഒരു കണ്ടു കഴിഞ്ഞാൽ ശരിയാ സത്യമാണ്, അടുത്ത സ്ക്രോളിംഗ് അവർ വിശ്വസിച്ചു. എന്താണ് അതിന് പുറകില്, ആരാണ് അത് ക്രിയേറ്റ് ചെയ്തത് ഒന്നും അവർ അന്വേഷിക്കില്ല. ഈ പടത്തിന് ഞാൻ ഗ്യാരണ്ടി തരാം, ഞങ്ങൾ എല്ലാവരും ഗ്യാരണ്ടി തരാം, ഒരു തവണ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സെക്കൻഡ് ടൈം നിങ്ങൾ ഫാമിലിയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കും, ഒന്നുകൂടെ കണ്ടു. അതെ അതെ. പിന്നെ ഈ വിവാദങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഋഷഭ് ഷെട്ടിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു ഫേക്ക് ചേട്ടാ ഓരോരുത്തരും ഇഷ്ടമാണ്, their own choices അല്ലെ, എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ ഇരിക്കണം എന്നൊക്കെ. അതിലൊന്നും അവരൊന്നും ഇടപെട്ടിട്ടേ ഇല്ല. ഇത് എവിടെന്നോ പടച്ചു വിടുന്ന പരിപാടികളാണ്. എന്നിട്ട് പറയുന്നു നിങ്ങൾ സിനിമയുടെ ഭാഗമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്താണ് ഇതിനൊക്കെ അത്ര പ്രൊമോഷന്റെ ആവശ്യം വേണോ? കാന്താരക്ക് ട്രെയിലർ ഇറങ്ങിയിട്ട് ഇപ്പൊ 3 ദിവസമായി തോന്നുന്നു അല്ലേ? അതിനുള്ളിൽ തന്നെ 1 crore വ്യൂ കഴിഞ്ഞു. 5 ദിവസമായി 1 crore വ്യൂ കഴിഞ്ഞു ട്രെയിലറിന്. കമന്റ്സിൽ ഫുള്ള് കണ്ടിരുന്നു. പിന്നെ കമന്റ്സിലാണെങ്കിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഗ്ലോബൽ വേൾഡ്, നമ്മൾ ഈ സിനിമ റെപ്രസെന്റ് ചെയ്യാൻ പോവാണെന്നവർ ഇഷ്ടംപോലെ കമന്റ്സ് ഉണ്ട്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ വീട്ടിലൊക്കെ എന്തെങ്കിലും പറഞ്ഞിരുന്നു ഇതിൽ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത്? ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ ഇപ്പം ചുമ്മാതാണ് തമാശക്കാണെങ്കിലും സാധാരണ പോകുമ്പോ മുന്നേ സൂക്ഷിച്ചോ എല്ലാരും ഇവിടെ വെറുതെ ഇങ്ങനെ തമാശക്ക് ട്രോളുമല്ലോ. മക്കൾക്കൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു കേട്ടോ കാന്താര ഡബ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ. ഭയങ്കര സന്തോഷം. കാന്താരയുടെ ഇന്റർവ്യൂ പറഞ്ഞപ്പോഴും അയ്യോ ഭയങ്കര പെട്ടെന്ന് ഇപ്പൊ ഒരു കറണ്ട് പോലും നമ്മൾ പറയും കാന്താര, അതാണ് ട്രോള്. എല്ലാവർക്കും ജാങ്കോ സ്പേസ് ഒക്കെ ഭയങ്കര വൈകിട്ടെന്താ പരിപാടി? അല്ല വേറെ ഒരു കാര്യം കേട്ടോ, ഇപ്പൊ നേരത്തെ ഇതിന്റെ പെർഫെക്ഷന്റെയും ഡയലോഗ് ഡെലിവറിയുടെ ഒക്കെ കാര്യങ്ങൾ എഴുതുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. പണ്ട് ഡബിങ് സിനിമ മലയാളം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കോമഡിയാണ്, ചിരിയായിരുന്നു, തമാശയായിരുന്നു, പുച്ഛമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇത്രത്തോളം ഇനി മലയാളം കാണുള്ളൂ എന്ന് വരെ എത്തി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഇവരുടെയൊക്കെ ഒരു എഫേർട്ട് തന്നെയാണ്. ഒന്നും പറയാൻ ഒന്നും പറയാൻ എഫേർട്ട് ഓക്കെ. പക്ഷെ അതിലും ഇപ്പൊ നമുക്ക് ഗുരുക്കന്മാരെന്ന് കരുതാവുന്ന പോലത്തെ അത്രയും നല്ല ഡബിംഗ് ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യുന്ന ആളുകള് റീസെന്റ് സൂഫ്രം ഫിലിം ഹിറ്റ് ആയിരുന്നു. അതിന്റെ സതീഷ് മുതുകുളം ചേട്ടൻ ചെയ്തിട്ടുണ്ടല്ലേ അതിൽ. ശരിക്കും ഇപ്പം നമുക്ക് ഇപ്പൊ റീസെന്റ് വരുന്ന സിനിമകളിലൊക്കെ മലയാളം തന്നെ കണ്ടാൽ മതി, നമുക്ക് മറ്റേ ലാംഗ്വേജ് കാണേണ്ട ആവശ്യമില്ല. അതൊക്കെ പണ്ടായിരുന്നു. അയ്യോ ഡബിംഗ് ആണോ വേണ്ട, ഡബ് സിനിമ അത് പണ്ടായിരുന്നു. അത് നമുക്ക് ഇപ്പോഴും അല്ല നോർമൽ ഇപ്പൊ മലയാളം തന്നെ കണ്ടാൽ മതി പറയുന്ന സാഹചര്യത്തിലും ഇപ്പൊ OTT-ലും സോണി ലൈവിലും ആമസോൺ പ്രൈമിലും OTT-ൽ വരുന്ന സാധനങ്ങൾ ക്വാളിറ്റി ഇല്ല. ഒരാളെ വർക്ക് ചെയ്തവരിതാക്കി പറയല്ല, നമുക്ക് കാണാൻ മനസ്സിലാവുമല്ലോ. അതാണ് ഇപ്പോ ചിലവര് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ മലയാളം ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, ഡൽഹിയിൽ നിന്ന് മലയാളം ആർട്ടിസ്റ്റ് അവിടുത്തെ ആർട്ടിസ്റ്റ് കൂടെ ചെയ്യിപ്പിക്കുന്നവരുണ്ട്. നമുക്കതാണ് വർക്ക് ചെയ്യുന്ന ടീം, അവര് കോർഡിനേറ്റ് ചെയ്യുന്ന രീതി, അവരുടെ എങ്ങനെയാണ് അവർ കൊണ്ടുപോകുന്നത്, അതിലാണ് ക്വാളിറ്റി ഇരിക്കുന്നത്. നമുക്ക് ഇത്രയും നമ്മൾ നല്ല ഔട്ട്പുട്ട് കാണുമ്പോൾ അത് കണ്ട് നമുക്ക് ഇത്രയും നന്നായി ചെയ്യണം, നമുക്കൊരു ഇൻസ്പയർ ആവണം. അങ്ങനെയാണ് നമ്മളും ആ രീതിയിലേക്ക് വരുന്നത്. ഒരു കാര്യം പറയട്ടെ, സൂപ്പർ സൂല് ഇപ്പൊ ഹിറ്റായ അളിയനല്ലേ, വന്നല്ലോ അളിയനെ ഇരിക്കുന്നത്. ഈ ചേട്ടനാണ് അളിയനെ ഡബ് ചെയ്തേക്കുന്നത്. ചേട്ടാ എന്തെങ്കിലും അളിയൻ ചേട്ടാ അതിലൊരു ഡയലോഗ് അതിലെ ഡയലോഗ് അത് അങ്ങനെ ഒരു സാധനം പുള്ളി ഫസ്റ്റിനെ വന്നിട്ട് പറയുന്നുണ്ട്, അതെ ഇനി ഫുള്ള് ഞാൻ അവിടെ ഉണ്ടാവും കേട്ടോ, ഒരു കുഴപ്പമില്ല, പുള്ളി അവിടെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവരെല്ലാം അടുത്തുള്ളൊരു സ്വാതന്ത്ര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ നമ്മൾ ചില സാധനങ്ങൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും,
നാടൻ സാധനങ്ങൾ നമ്മൾ പറയുന്ന സാധനങ്ങൾ പക്കയായിരിക്കും. അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈ സതീഷേട്ടനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും പുള്ളി അത് കറക്റ്റ് കുഴപ്പമില്ല അത് പറഞ്ഞോളൂ. അങ്ങനെ നമ്മൾ ഗീവ് ആൻഡ് ടേക്ക് ആയിട്ട് നിൽക്കും. അതാണ് ഏറ്റവും വലിയ വിജയം. ഇവരുടെ ഒക്കെ പ്രത്യേകതയാണ്. നമ്മൾ നല്ലൊരു സാധനം പറഞ്ഞാൽ ഇവര് ഭയങ്കര കംഫർട്ടബിൾ നമുക്ക്. നമ്മൾ നല്ലൊരു സാധനം പറഞ്ഞാൽ ചേട്ടാ അത് പറഞ്ഞു കേട്ടോ ഓക്കെ. നല്ല അടുത്തതിന് വിളിക്കാൻ വേണ്ടിട്ടല്ല കേട്ടോ. ഞാൻ പറയുന്നതല്ലാതെ മറ്റൊരു സാധനം പറയാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ശ്രീനാഥേട്ടന്റെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ശരിക്കും ചേട്ടനെ പോലെ അപ്പൊ ചേട്ടൻ കഴിയുമ്പോ വന്ന എക്സ്പീരിയൻസ് ഒക്കെ എന്നോട് പറഞ്ഞു ഇത് മുഴുവൻ എനിക്കറിയാം. നിങ്ങളെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. എന്നാലും ചേട്ടൻ കഥ മൊത്തം പറയാറുണ്ടോ? കഥ ഒന്നും പറഞ്ഞില്ല. പുള്ളിക്കാൻ അറിയത്തില്ലല്ലോ. എക്സ്പീരിയൻസ് ചേട്ടാ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ആളിന്റെ ഒരു ചെയ്തു. വെറൈറ്റി വോയിസ് ആണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ സൗണ്ട് യൂസ് ചെയ്യണം. അടിപൊളി വോയിസ് ആണ്, നല്ല ത്രോ ഉള്ള വോയിസ് ആണ്. അപ്പൊ മുമ്പോട്ട് യൂസ് ചെയ്യാം കേട്ടോ. യൂസ് ചെയ്യാറുണ്ട് ചേട്ടാ. എങ്ങനെയാണെന്ന് അറിയണോ? പറഞ്ഞെടുക്കട്ടെ, പറഞ്ഞു തരാം. നമ്മൾ നോർമലി ഇവിടെ ഇരിക്കുന്ന സംസാരിക്കുമ്പോഴൊക്കെ ആടാക്കി ഇങ്ങനെ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെങ്കൊച്ചി ഫോൺ വിളിച്ച ഹലോ ശ്രീനാഥ് മാറും. അപ്പൊ ഞങ്ങള് പറയും ഞങ്ങൾ ശ്രീനാഥിന്റെ ഫോൺ വിളിച്ച് എണീറ്റ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പറയും ഏതോ ഒരു കൊച്ചി വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറയും അങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. അല്ലല്ലേ, എനിക്കെന്താ വെച്ചാല് ഇപ്പൊ എപ്പോഴും അങ്ങനെയാണ്. ആർട്ടിസ്റ്റ് അവിടെ നിന്ന് ആരാണെങ്കിലും ഡബ് ചെയ്യുമ്പോൾ സംഭവം കറക്റ്റായിട്ട് വരാൻ ഞാനും അതിൻ്റെ കൂടെ ഡബ് ചെയ്യില്ല, പക്ഷെ എൻ്റെ മനസ്സും അതിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ കറക്റ്റായിട്ട് വന്ന് കഴിയുമ്പോൾ ഞാൻ നോർമലി എല്ലാ ടേക്കും ഞാൻ റെക്കോർഡ് ചെയ്യാറില്ല. ഒന്ന് ചെയ്ത് പോകുമ്പോൾ എടുത്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ 3 പ്രസ് എന്താ വെച്ചാൽ ഒറ്റ ടേക്ക് തന്നെ ഏകദേശം അറിയാൻ പറ്റും. എന്ത് പ്രശ്നമാണെങ്കിലും ബെറ്റർ ആണെങ്കിലും എന്താ അറിയാൻ പറ്റും. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ. അപ്പോൾ ചിലത് അവർക്ക് ഡൗട്ട് ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ തിരിച്ച് രണ്ടാം വർഷം കേൾക്കില്ല, ഓക്കെ ആയിട്ടുണ്ടാവുന്ന ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു വിശ്വാസം എന്തോ ചെയ്യുക. അങ്ങനത്തെ ഒരു ഇവരുടെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് കേട്ടോ. 1-2 ഡയലോഗ്സ് കോമഡി സെക്ഷൻ പുള്ളി അടിപൊളിയായിട്ട് ഹാൻഡിൽ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ശ്രീകുന്റെ ഞങ്ങൾ ഇനി അങ്ങനെ വിളിച്ചേക്കാം. ഇപ്പൊ കുട്ടു പറഞ്ഞ പോലെ ഒന്ന് കിട്ടി, രണ്ടാമത്തെ പേര് കിട്ടി. ഇനി പേരൊക്കെ വരാൻ പോണുള്ളൂ. ശ്രേയത്തോടെ എല്ലാവരും ശ്രീകുട്ടെന്ന് വിളിക്കൂടെ. അത് ഇവിടെ എല്ലാരും ശ്രീകുട്ടൻ എന്ന് വിളിക്കും. അപ്പൊ എനിക്ക് ശ്രീകുട്ടൻ ചേട്ടാ എന്ന് വിളിക്കാനുള്ള കേൾക്കാനല്ലേ ശ്രീകുട്ടല്ലേ? അതെ അതെ എല്ലാവരും. പോട്ടെ. അപ്പൊ ശ്രീകുട്ടൻ പറ. ചേട്ടാ ശ്രീകുട്ടൻ പറയുന്നത്. അയ്യോ, ചേട്ടൻ ഇതുവരെ ചെയ്ത വർക്കിൽ ഏറ്റവും ടെൻഷനായിട്ട് ചെയ്ത ഇതാണോ? ടെൻഷൻ ആയത് ഞാൻ സീക്രട്ട് ഇൻവേഷനിൽ വില്ലനെ ചെയ്തത് എന്റെ മാർവൽ സീരീസിൽ. കാരണം അതില് ആ റഷ്യൻ ഭാഷയിലും ഡബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അതൊരു എന്താ പറയാ, അവര് ഏലിയൻ ആണ്. അപ്പൊ ആളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതാണ് എന്തൊരു ടെൻഷനല്ല. പിന്നെ അതും ഇതേപോലെ നമ്മളിങ്ങനെ കംഫർട്ടാക്കി ഓക്കെ നമുക്ക് ആ ട്രാക്കിലൊന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ശരിയായി അങ്ങ് പോകും. പിന്നെ ചില ദിവസങ്ങൾ നമുക്ക് ചില പ്രശ്നങ്ങൾ നമ്മുടെ മൈൻഡ് മാറുന്നതിനനുസരിച്ച് ഡബിങ്ങിൽ അത് ഫീൽ ചെയ്യും. ഇടയ്ക്ക് ഞാൻ ഭയങ്കര എഫേർട്ടൊക്കെ എടുത്ത് വർക്കൊക്കെ കഴിഞ്ഞ് ഓടി ചെല്ലുമ്പോൾ ചിലപ്പോൾ നിർമ്മലേട്ടൻ പറയും ബ്രോ അന്ന് നിർമ്മലേട്ടൻ വിളിക്കുന്നതിന്റെ അല്ല ഞാനൊരു ബഹുമാനം നിർമ്മൽ ബ്രോ ഇതില് ഏറ്റവും എന്താ പറയാ സ്റ്റൈലിഷ് ഞാനായിരിക്കും. അല്ലല്ല, ഓണത്തിന് എല്ലാവരും ഈ പറഞ്ഞ പോലെ സെറ്റ് സൈഡ് എടുത്തുള്ള ഫോട്ടോ മുണ്ടെടുത്ത് എല്ലാവരും ചറ പറഞ്ഞു. ഞാൻ ഒരു ഫോട്ടോ ഇട്ടില്ല. ശർവാണിയായിരുന്നു. വെറൈറ്റി നമ്മള് വെറൈറ്റി പിടിക്കണ്ടേ. അപ്പൊ എല്ലാരും പാറ്റൊക്കെ ഇട്ടോണ്ട് അതന്നെ കുട്ടി വിളിക്കാറില്ല. എന്തോ കാര്യമായിട്ട് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ആ നിർമ്മലേട്ടനിലാണ് ആ സ്റ്റക്ക്. അതായത് കൈ കൊണ്ട് ഡബ് ചെയ്യും പുള്ളി. തൊണ്ടയൊക്കെ പറ്റൂലേ? പറ്റും. അപ്പൊ കൈ കൊണ്ട് ഡബിങ് മുടക്കാൻ പറ്റൂല. കൈ കൊണ്ട് ഡബ് ഒരു സെന്റൻസ് കൈ കൊണ്ട് പറയട്ടെ. അപ്പോൾ വാക്ക് ഇതാണ്. ഇപ്പോൾ ഒരു പാചകക്കാരനാണ്. അപ്പോൾ നിങ്ങൾ പപ്പടം കാച്ചിയാണ് ചോദിക്കുന്നത്. ഞാൻ തെരുതെരെ പപ്പടം ചുട്ടെടുത്തിട്ടോ, തെരുതെരെ പപ്പടം ചുട്ടെടുത്തു. അപ്പോൾ അത് പറയുമ്പോൾ തൊണ്ട പോയി. അപ്പോൾ അത് കൈ കൊണ്ട് അങ്ങോട്ട് ചെയ്യുക. തെരുതെരെ പപ്പടം ചുട്ടെടുത്തു വിളിച്ച്. ഇതൊക്കെ ചേട്ടൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചെടുക്കുന്നത്? ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചെടുക്കുന്നത്?
ഞാൻ ആ സാധനം നോക്കുന്നു, പക്ഷെ നീ കിട്ടത്തില്ല. ഓക്കെ എങ്ങനെയൊന്നും ഒരു അതെ, മറ്റേതും കൂടി കിങ്ങിണിക്ക് പായസം കൂടി ഉണ്ടാക്കാനൊന്ന് പറഞ്ഞേ. എനിക്ക് ഒറ്റ dialogue അറിയത്തുള്ളൂ. പായസം ഞാൻ പഠിച്ചില്ല. പായസം ഇഷ്ടമല്ല. പായസം ഇല്ല, ഈ സദ്യയില് പായസം ഇല്ല. നമ്മളിപ്പോ കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞു, കുറച്ചധികം വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ചെറിയൊരു ഗെയിം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എന്തായാലും നടത്തണം. കാര്യം ഇത്രയും സൗണ്ട് ഒക്കെ കേട്ടപ്പോ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നടത്താൻ വേണ്ടി. ഞാൻ ആദ്യം വിചാരിച്ചു വേണ്ട, നമുക്ക് സംസാരിച്ചു പോകും. എന്തായാലും ഗെയിമിലോട്ട് പോകാലോ. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും കയ്യിലിരിക്കുന്ന പേപ്പറിൽ ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ഇമോഷനിൽ നിങ്ങൾക്ക് പറയാം. 2 ഇമോഷൻ. അതായത് ആ സിനിമയിലുള്ള ഇമോഷനിൽ, ആ ഡയലോഗ് ശരിക്കുമുള്ള ഇമോഷനിലല്ല, പകരം വേറെ ഏതെങ്കിലും 2 ഇമോഷൻ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. 2 ഇമോഷനിലായിട്ട് ആ ഡയലോഗ് ഒന്ന് പറയണം. വെരി സിമ്പിൾ. ചേട്ടൻ ഡയലോഗ് പറഞ്ഞോ. ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നെ കൊന്ന് രക്തത്തെ കുടിച്ച് ഓംകാര നടനമായിട്ട് അത് കേട്ടുണ്ട്. ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നെ കൊന്ന് രക്തത്തെ കുടിച്ച് ഓംകാര നടനമാണ്. ഇങ്ങനെ പല ഇമോഷൻസ് പറയാം. ഇനി ഒരു ഇമോഷനും കൂടെ. ഇന്നേക്ക് ദുർഗാഷ്ടമി, ഒന്നെ കൊന്ന് രക്തത്തെ കുടിച്ച് ഓംകാര നടനമാടിടും. എങ്ങനെയെങ്കിലും സാധനമൊക്കെ. അടുത്തതായി ഗോതയിലേക്ക് വരുന്നു രാജനടുക്കി. ഡയലോഗാണിത്. എനിക്ക് ആ നടിയോട് ക്രഷാണ്. ആ നടി സെക്ഷിയാണ്. എനിക്ക് ലിപ് ലോക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതെല്ലാം ജീവിക്കണ്ട, ചെയ്യണ്ട. ഓക്കെ. എനിക്ക് ആ നടിയോട് ക്രഷാണ്. ആ നടി സെക്ഷിയാണ്. എനിക്ക് ലിപ് ലോക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ആ നടിയോട് ക്രഷാണ്. ആ നടി സെക്ഷിയാണ്. എനിക്ക് ലിപ് ലോക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അവതാരപ്പിറവികളുടെ രൗദ്രഭാവം ആവാഹിച്ച ആ മൂർത്തിക്ക് ഇപ്പോ പേര് നരസിംഹം എന്നാണ്. ദാ കാണ്. ഇനി അടുത്തത് കരഞ്ഞുണ്ടോ? അവതാരപ്പിറവികളുടെ രൗദ്രഭാവം ആവാഹിച്ച മൂർത്തിക്ക് ഇപ്പൊ പേര് എന്റെ അമ്മോ നരസിംഹം. അല്ല ഇതെന്റെ ശരി വലിയ ഡയലോഗാണ്, എന്നാലും പറയാം. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്ന നിന്നെ പോലുള്ളവർക്ക് ആ പേര് ചേരും. അല്ല അങ്ങനെയല്ല, ഇങ്ങനെ നോക്കിപ്പോയതാ. എനിക്ക് എഴുതാനല്ലേ സാർ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. ഇത് വേറെ പേരിലൊക്കെ എനിക്ക് കമന്റിൽ വരാമോളെ. ഓക്കെ എടാ, ഇത് മറ്റേ സാധനമാണ്. എടാ മോനെ അത് നോക്കാ ഇനി പോരെ. അതുകൊണ്ട് പിന്നെ മറ്റേ ഇങ്ങനെ ഒന്നും എന്നോട് പറയുന്നത് ബേബി മോളെ. ഇതാണ് പ്രശ്നം. എടാ മോനെ അത് നോക്ക ഇങ്ങ് പോരെ. ഇങ്ങനെ ഒന്നും എന്നോട് പറയരുത് ബേബി മോളെ. നമ്മുടെ കൂട്ടത്തിൽ ആരാ നന്നായി പാട്ട് പാടുന്നത്? എല്ലാരും പാടൂലേ? സാധാരണ എല്ലാരും ഇങ്ങനെ നല്ല നമ്മുടെ ഗസ്റ്റുകളൊക്കെ നോർമലി ആരാ പാട്ട് അത് അത്യാവശ്യം പാടാൻ അറിയാവുന്നവർക്ക് സമ്മതിക്കാച്ച ബുദ്ധിമുട്ടായിരിക്കും. ഒന്നും അറിയാൻ ചെറുതായിട്ടൊന്ന് സൈഡ് ഒന്ന് ഇതായിട്ടുണ്ട്. ഓക്കെ ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന തുണ്ടത്തൊരുമ നൽകാം. റോഡിനടയാളം ചീമക്കൊന്ന പച്ചരി ചോറുണ്ട്, പച്ച മീൻചാറുണ്ട്, ഉച്ചയ്ക്ക്
ഞാൻ റാൻഡം ആയിട്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് പറഞ്ഞു പോയാൽ മതി. നിങ്ങൾ സൗണ്ട് ഇത്രയും എല്ലാവരും ഒബ്സർവ് ചെയ്യുന്ന, ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ ശ്രീനാഥിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ ഭയങ്കര ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയാളം ആക്ടറിന്റെ സൗണ്ട് ഏതായിരിക്കും? ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ? മമ്മൂക്കടയാണ് ഏറ്റവും ഇഷ്ടം. നടിമാരിൽ അങ്ങനെ ഉണ്ടോ? നടിമാരിൽ ശരിക്കും പറഞ്ഞാൽ മിക്കവർക്കും ദ വോയിസാ. എനിക്ക് പ്രവീണ ചേച്ചിയുടെ വോയിസ് ഇഷ്ടമാണ്. മറ്റേ പടങ്ങളുടെ കാര്യം പറഞ്ഞ പോലെയാ. ഈ ബിന്ദു പണിക്കരുടെ ഒക്കെ വോയിസ് ഒരു വേറിട്ട ടൈപ്പ് വോയിസ്. ആ ടൈപ്പ് എടാ സുരേഷേ അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളല്ല. Okay. അപ്പോൾ ആ വോയിസുകൾ ഇഷ്ടമാണ്. നടന്മാരിൽ മമ്മൂക്കയുടെ വോയിസ്, മമ്മൂക്കയുടെ പിന്നെ ലാലേട്ടൻ്റെ വോയിസ് വേറൊരു വെർഷനിൽ കിടക്കുന്നത്. ഈ രണ്ടും രണ്ട് വെർഷനിൽ കിടക്കുന്നത്. വോയിസിലല്ലേ, വോയിസിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് ഇപ്പോൾ അല്ലേ, വോയിസ് മോഡുലേറ്റ് ചെയ്യണത്തല്ലേ കാര്യമല്ലേ. എങ്കിലും മമ്മൂട്ടിയുടെ മുരളിയുടെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നരേന്ദ്രപ്രസാദിന്റെ ഭയങ്കര രസമുള്ള വോയിസ് ആയിരുന്നു. എനിക്ക് വേറെ എന്റെ പേര് വേണിച്ചേട്ടന്റെ വോയിസ് യുണീക്കാണ്, ഡബിങ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ. എല്ലാവരും മമ്മൂട്ടികളെ പിന്നെ ആക്ടിങ്ങിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ വേറെ ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്ത് വരുമ്പോൾ മാക്സിമം എല്ലാവരും ഇപ്പോൾ ഫഹദ് ഫാസിൽ അവരുടെ ആണെങ്കിലും മാച്ച് ചെയ്യാറുണ്ട്. പക്ഷെ ലാലേട്ടന്റെ വോയിസ് ഒരാൾക്കും മാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. എത്ര ആൾ എങ്ങനെയൊക്കെ ഉള്ളിൽ നമ്മൾ മൈൻഡിൽ ഉണ്ടാവും. ഇപ്പൊ ലാലേട്ടന്റെ വോയിസ് നമ്മൾക്ക് എങ്ങനെ ഏത് എഫക്റ്റ് ആണ് നമുക്ക് മൈൻഡിൽ ഉണ്ടാവും. ആ ഒരു എഫക്റ്റ് വേറെ ഏത് ലാംഗ്വേജിൽ, ഹിന്ദിയിൽ ഏത് ലാംഗ്വേജ് എടുത്താണെങ്കിലും ചെയ്യുമ്പോൾ ലാലേട്ടൻ ചെയ്തിരിക്കുന്നത് ഒരു വയ്യാത്ത ഒരാൾ എങ്ങനെ ഡബ് ചെയ്യുമോ അതുപോലെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ചില വേർഡ്സ് ക്ലാരിറ്റി ഇല്ലാതെയാണ് പുള്ളി. അങ്ങനെയാണ് അത് ഭയങ്കര ഒരു പരിപാടിയാണ്. ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഊർവശി മാഡത്തിന്റെ, മീര ജസ്മിൻ, അവരുടെ ഒന്നും അവർ കൊടുക്കുന്ന ലൈവായിട്ടുള്ള സംഭവം വേറെ ആർക്കും അങ്ങനെ ഒരു അത്രയും പെർഫെക്ഷൻ ആയിട്ട് കാര്യം പറയാതിരിക്കാൻ പറ്റും. ഏത് മോഡുലേഷനും പുള്ളിക്കാരുടെ സെറ്റാണ്, അടിപൊളിയായിട്ട് ചെയ്യും. എനിക്ക് ഞാൻ മമ്മൂക്കയുടെ സെന്റിമെന്റ്സ് ഡബ് ചെയ്യുമ്പോൾ നമുക്ക് ശബ്ദം ഇടങ്ങിയ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കര ഫീൽ ചെയ്യും പെട്ടെന്ന്. ഇപ്പോൾ എനിക്ക് ഹിറ്റ്ലറിലേക്ക് ലാസ്റ്റ് ഡയലോഗില്ലേ, എന്ത് തെറ്റായിട്ട് നിങ്ങളോടൊക്കെ ചെയ്തേ, ഭയങ്കര പുള്ളി ഒതുക്കി പിടിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ എന്നിട്ടും നിങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിച്ചത് ആ ഇടർച്ചയുണ്ടല്ലോ. അതുപോലെ തന്നെ അമരത്തിലെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, മറ്റേ മുത്തേ അല്ലേ, മുത്തേ കേട്ടാ, അത് കേൾക്കുമ്പോഴാ വിളിക്കണേ കേട്ടാ, സമാധാനിപ്പിക്കാനാണ്. എനിക്ക് ഡയലോഗ് ഡെലിവറിയിൽ മമ്മൂക്കയുടെ സൗണ്ട് തന്നെയാണ് ഇഷ്ടം. നരേഷനിൽ ലാലേട്ടന്റെ ലാലേട്ടന്റെ നരേഷൻ കേൾക്കാൻ ഒരു പ്രത്യേക ഒരു കഥ പറയുമ്പോൾ എനിക്ക് അതിന്റെ അത്രയും വേറെ ചിന്തിക്കാൻ പറ്റില്ല. നടിമാരിൽ ഞാൻ സത്യം പറയാം എനിക്ക് അങ്ങനെ ഒരാളുടെ രജിസ്റ്റർ ആയിട്ടില്ല. പക്ഷെ പറഞ്ഞപ്പോ മഞ്ജു ചേച്ചിയുടെ വോയിസ് അതുപോലെ ഇല്ലട്ടാരും മതിലുകളിൽ വോയിസ് മാത്രം. അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഓഡിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡബ് ചെയ്ത ഇല്ലെങ്കിൽ ഈ സിനിമയുടെ പല രംഗങ്ങളും കണ്ട ആൾക്കാരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാന്താര കാണേണ്ടത്. എന്തായാലും നമ്മൾ കാണും, അത് ഉറപ്പാണ്, നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നതാണ്. എങ്കിൽ പോലും നിങ്ങൾ കുറച്ച് സീൻസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾക്കിപ്പോ നമുക്കൊരു ഫിലിം കണ്ട് ഇങ്ങനെ മേഴ്സ്മറൈസ് ആവുക, ഇപ്പോൾ റൊമാൻസിഫിക്കേഷൻ ഒക്കെ പറയുന്നില്ലേ, അത് ഗ്യാരണ്ടി എന്നല്ല, ഇറ്റ്സ് 100-200% ഷുവർ. ഈ ഫിലിമിൽ ഒരു 150 രൂപ മുടക്കി ടിക്കറ്റ് എടുത്താലും നിങ്ങൾക്ക് ഒരു 250 രൂപയുടെ വിഷ്വൽസ് അതിനകത്തുണ്ട്, ഒരു 500 രൂപയുടെ വിഷ്വൽസ് അതിനകത്തുണ്ട്. അതിൻ്റെ ഡിവൈൻ വിഷ്വൽ ട്രീറ്റ്, നമ്മുടെ റൂട്ട് എവിടെയാണ്, നമ്മുടെ എല്ലാം ഇതിൽ നമ്മൾ കാന്തരയുടെ ടാഗ് ലൈനായിട്ട് ആദ്യം പറഞ്ഞിരിക്കുന്ന നമ്മ ആദി എന്നാണ് പറഞ്ഞത്. നമ്മ ആദി, നമ്മുടെ ആദ്യവുമില്ല അന്ത്യവുമില്ല എന്ന് പറയുന്നത് ആദ്യം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ റൂട്ട്, നമ്മുടെ തുടക്കം എല്ലാത്തിൻ്റെയും, ഇപ്പോൾ ദൈവം അതൊക്കെ ഒരു വശം, നമ്മുടെ വിശ്വാസങ്ങളെല്ലാം വശം. പക്ഷേ നമ്മളുടെ തലമുറയിലുള്ളവർ, തലമുറക്കാർ ജീവിച്ചു വന്നിരുന്ന എല്ലാത്തിൻ്റെ ഒരു അല്ല നമ്മുടെ മുൻതലമുറയുള്ളവർ ജീവിച്ചു വന്നിരുന്ന ഒരു ബേസിക് ആയുള്ള ഒരു സിവിലൈസേഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റാർട്ട്, അപ്പം അതിനെക്കുറിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിന് നമ്മുടെ റൂട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിഷ്വൽ ട്രീറ്റ് ആണ്. അത് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് അവര്. ഫൈറ്റ് ഒക്കെ റിയൽ ഫൈറ്റ് ആണ്. ഫൈറ്റ് ഡ്യൂപ്പില്ല, സാറിന് ഡ്യൂപ്പില്ല, റിയൽ ഫൈറ്റ് ആണ് എല്ലാം. അതെ, നമ്മൾ ട്രെയിലറിലുള്ളത് പറയാലോ അല്ലേ? ട്രെയിലറിൽ പറയാം, വരാൻ അല്പം വൈകിയെന്ന് തോന്നുന്നു അല്ലേ? അതിന്റെ കന്നഡ എങ്ങനെയായിരുന്നു? വരാൻ അല്പം വൈകിയെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെയാണ്. ഒരുപാട് മാസം പിടിക്കാനും പറ്റില്ല, ഭയങ്കര സിമ്പിൾ ആയിരിക്കണം.
അയ്യോ എനിക്ക് ഭയങ്കര രസം. പിന്നെ ഒരെണ്ണമുണ്ടല്ലോ, ഞങ്ങളെ ഇനി മുതൽ വിളവെടുപ്പിന്റെ മൂന്നാമത്തെ പങ്ക് അത് ലാസ്റ്റ് വെക്കേണ്ടതില്ല. ഇത് മറ്റേവരില്ലേ, വന്നിട്ട് ഞങ്ങളെ അന്വേഷിച്ച് നിങ്ങൾ വന്നില്ലേ, ಹಾ ಅಪ್ಪ നിങ്ങൾ ಅನ್ವೇಷಿಸ ಅದೇ ನಮ್ಮ ಹುಡುಗಿ ನೀವು ಬಂದಿರಲ್ವಾ, ಸೊ ನಿಮ್ಮನ್ನ ನೋಡಕ್ಕೆ ನಾವು ಬರಬಾರ್ದಾ? ഞങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ വന്നില്ലേ, അപ്പൊ നിങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾക്കും വരണ്ടേ? ഇങ്ങനെ നമ്മുടെ ക്യാമറമാൻ പിന്നെ വിളവെടുപ്പിന്റെ എനിക്കുണ്ട് ഇങ്ങനെ സിനിമ കണ്ടിട്ട് നിങ്ങൾ ഒന്നും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അതിൽ അങ്ങനെ ഇതിലിപ്പോ ഒരു ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഇതിലൊരു മാസല്ല പെർഫോമൻസ് ആണ് അദ്ദേഹത്തിന്റെ. അപ്പൊ നമ്മൾ വലിയ മാസം ഇപ്പൊ KGF പോലെ ബാഹുബലി അങ്ങനത്തെ ഒരു മാസം നമുക്ക് പറയാൻ പറ്റില്ല, നോർമലി സംസാരിക്കണം. എന്നാൽ അതിലൊരു മാസം വരെയും ചെയ്യാം, കുറച്ച് മാസം ക്യാരക്ടറിന്റെ ഒരു അതെ. അത് കാരണം അത്രയും ഒരു ആ ഒരു ജനതയെ പ്രസന്റ് ചെയ്തിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്നത്. ആ പെർഫോമൻസിൽ ആ കറക്റ്റ് മീറ്റർ വരണം, പ്രാസം വരണം, മാസ് വരണം, എല്ലാം വരണം. അങ്ങനെയാണ് നമ്മുടെ ഡയലോഗ് ഇവർ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തരുന്നതും. ആ ലിപ്പ് എവിടെ അവസാനിക്കണം, എവിടെ തുടങ്ങണം, എല്ലാം ഇവരുടെ ഒരു ഡബിങ് പരിപാടിയിലായിരുന്നു, ഡയറക്ഷനിലായിരുന്നു. ഞങ്ങളുടെ ഡയലോഗ് ട്രെയിലറിൽ ഇല്ലാത്തത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല ഒരുപാട് ഡയലോഗുകളൊക്കെ ഉണ്ട്, ആ കോമഡി സാധനങ്ങളൊക്കെ ശ്രീനാഥിന്റെ ഡയലോഗ് വേണമെങ്കിൽ പറഞ്ഞു. എന്റെ ഏതെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒരെണ്ണം പറഞ്ഞു. അത് ട്രെയിലറിൽ പറഞ്ഞിട്ടില്ല, കുഴപ്പമില്ല, ഏതെങ്കിലും ഓർമ്മയില്ല. പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞു. ആ മറ്റേ സാധനം ഒരുത്തരം അടിച്ചിട്ട് പറയൂലേ, എന്താണ് ഇവിടെ വിളയാട്ടോ, മറ്റേ അഴിഞ്ഞാട്ടം, അതെന്തായിരുന്നു? നിന്റെ അഴിഞ്ഞാട്ടം അല്ലേ? അതിന് തൊട്ട് അത് കഴിഞ്ഞിട്ട് ഫില്ലത്തെ ബൂത്തേം കൂടെ പറഞ്ഞു. ആ ഓക്കെ ശ്രീകു ബാങ്കരയുടെ തീരത്ത് നിന്റെ അഴിഞ്ഞാട്ടോ, അത്ര നിറയുടെ മറന്നു. ബാങ്കരയുടെ തുറമുഖത്ത് നിന്റെ അഴിഞ്ഞാട്ടം അല്ലേ? ഓക്കെ ഫില്ലാത്ത ബൂത്ത മറ്റേ ഫില്ലത്ത ബൂത്ത. രാജ്യദ്രോഹി ബാങ്കരയുടെ തുറമുഖത്ത് നിന്റെ അഴിഞ്ഞാട്ടോ അല്ലേ? ഫില്ലാത്ത ബൂത്ത. ഫില്ലാത്ത ബൂത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തയില്ലാത്തവനെ. ഇപ്പഴാ മനസ്സിലായത്. നാട്ടിലൊക്കെ പോയിട്ട് ഫില്ലാത്ത ബൂത്ത. അതല്ല എന്നെ നോക്കി കാണിച്ചപ്പോ ഞാൻ ഞാനിതൊന്നും മാസസാധനം എന്തായാലും എനിക്കിതൊരു ഭയങ്കര അടിപൊളി ഇന്റർവ്യൂ സെക്ഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാ ഫുൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന മൊത്തം ഞങ്ങൾക്കും ഭയങ്കര പടം കാണാൻ തോന്നിയോ? പിന്നെ അല്ല നമ്മളെന്തായാലും കാണാൻ ട്രെയിലർ കണ്ടപ്പോ ഭയങ്കര തന്റെ ഭാഗത്തുനിന്ന് ഓഡിയൻസിനോട് പറയാനുള്ളത്? അയ്യോ ഞാൻ അല്ല അങ്ങനല്ല, ഞാൻ പറയാറായോ എന്ന് ചിന്തിച്ചാ. പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഇത് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് ഇവരോട് ഇത്ര നേരം സംസാരിച്ചതിൽ ശ്രീനാഥേട്ടൻ ഇതിന് മുന്നേ പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഞാനും ഭയങ്കര ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുവാണ് കാണാൻ വേണ്ടിയിട്ട്. ഉറപ്പായിട്ടും നമ്മൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ പറഞ്ഞ ഫേക്ക് ന്യൂസ് ഇല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യരുത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞാനും പോകും, നമ്മളെല്ലാവരും പോകും. എന്തോ ഇത് പുള്ളിക്കാരി ഒന്ന് പഠിപ്പിച്ചു തരും. ഇത് ഒരു 2 ഇമോഷനിൽ പറഞ്ഞു. അതന്നെ ഇത് കയ്യിലേക്ക് തരുന്നത് ആരാന്നറിയാലോ? കേരളം കണ്ട ഡബിങ് എല്ലാരും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ്, ചെയ്യിപ്പിക്കുന്ന ആളാണ്. അല്ല എന്നാലും മര്യാദക്കുള്ള സൗണ്ട് പോലും എനിക്കില്ല. ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നല്ലോ. ഇപ്പൊ മര്യാദക്കുള്ള സൗണ്ട് പോലില്ല എന്ന് പറഞ്ഞല്ലേ, തിരിച്ചറിവ് നല്ലതാ. ഇത് കട്ട് ചെയ്യരുത്. അങ്ങനെയല്ല, അല്ല എല്ലാവരുടെ സൗണ്ട് നല്ലതാണ്. നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഈ ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല. ആദ്യം അതിന്റെ ഒറിജിനൽ വേർഷൻ എന്ന് പറഞ്ഞു, ഇന്നേക്ക് ദുർഗാഷ്ടമി, ദുർഗാഷ്ടമി ഒറിജിനൽ വേണമെങ്കിൽ ശ്രമിച്ചോ. നേരത്തെ പറഞ്ഞില്ലേ ഒരു സാധനം ഡബ് ചെയ്ത് അയച്ചിട്ട് നിങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ? നാഗവലി ഒറിജിനൽ കാണിക്കുമ്പോ നോക്കിക്കോ, നിങ്ങൾക്ക് അത് സാധനം കണക്ട് ആവും. ഒറിജിനൽ തന്നെ ഞാൻ ഒറിജിനൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കോമഡി ആയിട്ട് കിട്ടും. നമുക്ക് ആ ഇമോഷന്റെ ഫീൽ. ടെൻഷനായി. വേറെ ആരെങ്കിലും ചോദിക്കുമ്പോ ഇന്റർവ്യൂ നടത്ത കർത്താവേ കൃഷ്ണ കൃഷ്ണ സത്യം നാഗവല്ലി ലുക്കും വെച്ച് കരയില്ലടി. നോട്ടം കിട്ടി. ഗംഗയൊക്കെ എവിടെ പോകുന്നു?
ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോണോന്ന്. ഗംഗ ഇപ്പൊ പോവണ്ട. ഞാൻ പോവണ്ടേ? പോവണ്ട. അതെന്താ ഞാൻ പോയാല്? പോവണ്ടെന്നല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞിരുന്നല്ലേ ഇന്നലെ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോണോന്ന്. പോവണ്ട അത്ര തന്നെ. വിടമാട്ടെ, നീ എന്റെ എங்கே പോക വിടമാട്ടെ. അയോഗ്യ നായേ, ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നെ കൊന്ന ഉൻ രക്തത്തെ കുടിച്ച് എത്ര കേട്ടോ ജീവനും കൊണ്ടുപോയി. കേട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി. ഫ്യൂച്ചറിൽ നല്ലൊരു ആക്ട്രസിനെ കാണുക. കൈയ്യടി തിരിച്ചെടുത്ത് ഒരുപാട് സന്തോഷം. ഞാൻ എന്നെ ആദ്യമായിട്ട് ഇത്രയും ഇറക്കിയത് എന്റെ കൈ ഐസ് പോലെ ടെൻഷൻ അടിച്ചിട്ട്. എന്നാലും ഭയങ്കര ഭയങ്കര രസമുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങള് ഇതുപോലെ ഒരുപാട് നല്ല നല്ല സിനിമകളിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് എനിക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും ഇന്റർവ്യൂ എടുക്കാൻ പറ്റട്ടെ. ഈ ഒരു എക്സ്പീരിയൻസ് ഇനി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഇത്രയും ഒരു നല്ല രീതിയിൽ ഒരു അയ്യോ ഞാൻ അതോടെ പറയട്ടെ, അതല്ല എനിക്ക് ലിസ്റ്റ് അയച്ചു തന്നു നിങ്ങളുടെ എല്ലാവരുടെയും. അപ്പൊ എല്ലാവരുടെയും പേര് വെച്ചിട്ട് താഴെ ശ്രീനാഥ് കെ ജനാർദ്ദനം ബ്രാക്കറ്റിൽ മെയിൻ. താങ്ക് യു സോ മച്ച് ജാങ്കോ സ്പേസ്, ഇത്രയും ഒരു സ്പേസ് ഞങ്ങൾക്ക് തന്നതിൽ. അപ്പൊ എല്ലാവരും പോയിട്ട് കാന്താര ചാപ്റ്റർ 1 കാണാം. അതിമനോഹരമായിട്ട് നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കി വിഷ്വലൊക്കെ നല്ലൊരു ഗംഭീര ട്രീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തിയേറ്ററിൽ. ആ ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു.